യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട്, മദർ തെരേസെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ രാവും കാലം കിടന്ന് കഷ്ടപ്പെടുന്നത്? മദർ തെരേസയ്ക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. രാവും പകലും ഈ അനാഥരായ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ മദർ തെരേസയും കൂടെയുള്ള സിസ്റ്റേഴ്സ് ഓടി നടക്കുക. രാത്രിയിൽ വളരെ ചുരുക്കം മാത്രമേ ഉറങ്ങാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ചാപ്പലിലേക്ക് കയറി കർത്താവിന്റെ സന്നിധിയിൽ മദർ തെരേസ പോയിരിക്കുക. അവിടെ ഇരുന്ന് ഒരു മടുപ്പും കൂടാതെ മദർ തെരേസ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട്, മനസ്സും മരവിക്കുന്നില്ലേ, നിരാശപ്പെടുത്തുന്നില്ലേ? മദർ തെരേസയ്ക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. മദർ തെരേസയുടെ കോൺവെന്റിലെ ഒരു വ്യക്തി കടന്നു വന്നു. അമേരിക്കൻ പത്രപ്രവർത്തകന. അദ്ദേഹം മദർ തെരേസയെ കുറിച്ച് എഴുതി, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ്. ഒരു ഗ്ലൗസ് പോലും ഇല്ലാതെ അദ്ദേഹം ആ മദർ തെരേസ അവിടെ ശുശ്രൂഷിക്കുക. അദ്ദേഹം പറഞ്ഞു, ഈ മദർ തെരേസ ഒരു ഗ്ലൗസ് പോലും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു 1 ബില്യൺ തന്നാൽ പോലും ഞാനത് ചെയ്യില്ല. മദർ തെരേസ അതിന് ആ മാൽക്കത്തിന് കൊടുത്ത ഉത്തരം ഇങ്ങനെയാണ്: 1 ബില്യൺ അല്ല, 10 ബില്യൺ തന്നാലും ഞാൻ ചെയ്യില്ല. പക്ഷേ യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമുക്ക് ഈ സമയം ഈ പ്രെയർ ലൈനിലായിരിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കട്ടെ. ബൈബിളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു. അവിടെ നമ്മൾ കണ്ടുമുട്ടിയ ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. തിരുസഭയുടെ ചരിത്രത്തില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിള് മുഴുവൻ വായിച്ചുകൊണ്ടൊന്നുമല്ല വിശുദ്ധാത്മാക്കൾ ഉണ്ടായത്. പക്ഷെ ഏതെങ്കിലും ഒരു വചനം അവിടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടാണ്. നാളെ ഞാനൊരു കൊച്ചിനെ കണ്ടുമുട്ടി. നല്ലൊരു അഭിഷേകം ഒരു കുഞ്ഞാ. ആ കൊച്ചിന് ഒരു 5 വയസ്സാ ഉള്ളെങ്കിലും 150 വചനം ആ കൊച്ചു പറയും. പല സങ്കീർത്തനവും കൊച്ച് ബൈഹാർട്ടാ. അപ്പൊ എനിക്ക് ഈ അത്ഭുത കൊച്ചിനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പൊ ആ കൊച്ചിന്റെ അപ്പ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക. ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലാണ് എന്ന രൂപം കൊണ്ടു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഈ അപ്പനുണ്ടല്ലോ അമ്മയുടെ അടുക്കൽ വന്ന് വചനം വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 10 മാസം കൊണ്ട് ബൈബിള് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്തിരുന്ന് ഈ കുഞ്ഞ് കേൾക്കാൻ വേണ്ടി ഉദരത്തിലായിരുന്ന കുഞ്ഞിലേക്ക് ഞാൻ ഇന്ന് കാണുക. ആ കുഞ്ഞിൽ അതിൻ്റെതായ അഭിഷേകവും കൃപയും ആ കുഞ്ഞിൽ നിറഞ്ഞിരിക്കുക. സന്യാസത്തിന്റെ പിതാവാണ് ഈജിപ്തിലെ സന്യാസയുടെ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന വ്യക്തി. AD 250 ജീവിച്ച വ്യക്തിയാ. പ്രഭു കുടുംബത്തിൽ ജനിച്ചവരാ. അന്ന് എല്ലാവർക്കും ബൈബിളൊന്നുമില്ല. പള്ളികളിൽ മാത്രമേ ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ. വികാരിച്ച് മാത്രമേ ബൈബിൾ വായിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ വികാരിച്ച് ബൈബിൾ വായിക്കുന്നത് കേട്ടു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനം: നീ പരിപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുക. ഓർക്കണം, വലിയ കോടീശ്വരനായ വ്യക്തി, പ്രഭു കുടുംബത്തിൽ ജനിച്ചവൻ. അവൻ അന്ന് ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവൻ കേൾക്കുന്ന വചനം ഇതാ. അത് അവന്റെ ഹൃദയത്തെ സ്പർശിക്കുക. അവൻ പറഞ്ഞു, ഇത് ഞാൻ കേൾക്കേണ്ട വചനമല്ല, മറിച്ച് ഞാൻ ജീവിക്കേണ്ട വചനമാണ്. അവന്റെ മാതാപിതാക്കൾ മരിച്ചു. അവനൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയോട് പറഞ്ഞു, നമുക്ക് വലിയ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും
ഇതൊക്കെ എനിക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായിട്ടുള്ളതാ. അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു, നീ പാവപ്പെട്ടവർക്ക് കൊടുത്തോ, ഞാൻ മരുഭൂമിയിലേക്ക് പോവുക. അവിടെ അദ്ദേഹം അങ്ങനെ മരുഭൂമിയിലേക്ക് പോയി. ഒരു ചെറിയ വശം മാത്രം അവർക്ക് ജീവിക്കാൻ വേണ്ടി പെങ്ങൾക്ക് കൊടുത്തു. വീണ്ടും ഒരു വചനം അദ്ദേഹത്തെ ആകുലപ്പെടുത്തി, നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട. അതും അദ്ദേഹം വിറ്റു. പിന്നീട് കാണാൻ സാധിക്കും അദ്ദേഹത്തിന് പെങ്ങളും ഉണ്ട്, സഹോദരി ഉണ്ടായിരുന്നു. അവളും ഒരു സന്യാസ സമൂഹത്തിൽ ചേർന്നു. വില കൊടുക്കിയ ആ മനുഷ്യനാണ് തിരുസഭയുടെ ചരിത്രത്തിൽ നാം കണ്ടുമുട്ടുന്ന സന്യാസത്തിന്റെ പിതാവായ വിശുദ്ധ അന്തോണീസ്. ഒറ്റ വചനം കേട്ട് കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ഞാൻ ജീവിക്കേണ്ട വചന. അത് ജീവിച്ചപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ലോകം പറയുക, ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയെ കുറിച്ച്. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം നോക്കി. 34 വയസ്സ് വരെ ആഭാസനായി ഈ ഭൂമിയിൽ എല്ലാ തെറ്റും ചെയ്ത് ജീവിച്ചവരാ. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചില്ല. ഈ 34 വർഷം തന്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി മോനിക്ക പുണ്യവതി കരഞ്ഞു പ്രാർത്ഥിച്ചു. അംബ്രോസിന്റെ വികാരിയായിരുന്ന വിശുദ്ധ അംബ്രോസിന്റെ അടുത്ത് നിന്ന് ഈ മോനിക്ക പുണ്യവതി പറയും, എന്റെ മോനുണ്ടല്ലോ എല്ലാ പാപം ചെയ്ത് മ്ലേച്ഛതയിൽ ജീവിക്കുക, അവന്റെ മാനസാന്തരത്തിന് വേണ്ടി അവൻ ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ കുടിച്ച വീട്ടിലേക്ക് വരുന്ന ഈ കണ്ണുനീരിന്റെ മക്കള് നശിച്ചു പോകില്ല എന്ന് അംബ്രോസ് ഒരു പ്രവചനം പോലെ അവളോട് പറയുക. വീണ്ടും വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ മ്ലേച്ഛതയിൽ മുടിയിൽ ജീവിക്കുന്ന മകനെ കാണുന്ന അവിടെയും ഈ അമ്മയിരുന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കും. 34 വയസ്സിൽ അവന്റെ കാതിൽ ഒരു സ്വരം കേൾക്കുക, എടുക്കുക, വായിക്കുക. വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബുദ്ധിയില്ലാത്തവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനൊന്നുമല്ല, ഫിലോസഫിയിലെ അഗ്രഗണ്യനായിരുന്നു. വലിയ തത്വചിന്തകന്മാരായ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഫിലോസഫി അദ്ദേഹത്തിന് ബൈഹാർട്ടാണ്. എന്നിരുന്നാലും എടുത്തു വായിക്കുക. തന്റെ ലൈബ്രറിയിൽ ഇരിക്കുന്ന ഒരു പുസ്തകം നാളുകളായി കുറേയായി അവിടെ ഇരിക്കുന്നു. ആ പുസ്തകം അദ്ദേഹം പൊടി തട്ടിയെടുത്തു. അതായിരുന്നു വിശുദ്ധ ബൈബിൾ. അവനെടുത്ത് വായിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ നമുക്കറിയാം. പകരം അവസാനിക്കാറായി അവരാ തുടങ്ങുന്ന വചനം. അത് അവന്റെ ജീവിതത്തെ സ്പർശിക്കുക. അത് പല പ്രാവശ്യം ആ വചനം അവൻ തുറന്ന് ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലെ ഇങ്ങനെ ഒരു തോന്നല് തോന്നി, ഞാൻ വായിക്കേണ്ട വചനം, ഞാൻ ജീവിക്കേണ്ട വചനമല്ലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നേ. ഈ അഗസ്തീനോസിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. ഓരോ പ്രാവശ്യവും ആ പാപം ചെയ്തവൻ, പാപത്തിൽ മുഴുകി ജീവിച്ചവൻ, അവന് ഒരു മകൻ പോലും ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുക അഗസ്തീനോസിന്റെ ജീവിതം. അഗസ്തീനോസിന് കിട്ടിയ വചനം ഇതായിരുന്നു. റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനം. ഇതാ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തനം പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഗുലോത്ഭതിയിലോ മദ്യലഹരിയിലോ അവിധ വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ഈ വചന അഗസ്തീനോസ് ജീവിതത്തെ മാറ്റിമറിച്ചു. ഇതുപോലെ തന്നെ ഈ ഒരു വചനം അത്ഭുതം അവന് വരുത്താൻ സാധിച്ചു അവന്റെ ജീവിതത്തിന്. ഇതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ലക്ഷപ്രഭുവിന്റെ മോന. എന്നാൽ അവന്റെ ജീവിതത്തെ സ്പർശിച്ച വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം. ഈ വചനം പള്ളിയിൽ വായിച്ചു കേട്ടു. അവന് മനസ്സിലായി, ഇതെനിക്ക് ജീവിക്കാനുള്ള വചനമാ, ഇതെനിക്ക് ജീവിക്കാനുള്ള വചനമാ. വടിയോ സഞ്ചിയോ ഒന്നും നിന്റെ കയ്യിലെടുക്കരുത്, എല്ലാം നീ ഉപേക്ഷിക്കണം. അവൻ ആ വചനം ജീവിക്കുക ചെയ്തേ. ആ ഒരു വചനം ജീവിച്ചു. അവൻ ഇന്ന് ആരായി തീർന്നു?
തിരുസഭയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ ക്രിസ്തുവായി തീർന്നു. എന്നാൽ നമ്മളൊക്കെ ഓർക്കണം, നമ്മുടെ ആവശ്യത്തിന് മാത്രം ബൈബിൾ തുറക്കുന്നവരും അതുപോലെ തന്നെ ധ്യാനത്തിന് പോകുമ്പോൾ ബൈബിൾ എടുക്കുന്നവരും സന്ദർഭത്തിന് പറ്റിയ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബൈബിളിനോടുള്ള ഒരു സ്നേഹമുള്ള. എന്നാൽ ഈ ബൈബിള് തിരുവചനം നമ്മളോട് ഏത് സമയവും ദൈവം സംസാരിക്കുന്നതാണ്. രോഗാവസ്ഥയിലാണോ അതുമായുള്ള വചനം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, അവിടെ രോഗശാന്തി ഉണ്ടാവും. ദേഷ്യം വരുന്നുണ്ടോ അതുമായുള്ള ബന്ധപ്പെട്ട വചനം നീ ഒന്ന് പറഞ്ഞു നോക്കി, അവിടെ ആ ദേഷ്യത്തിന്റെ ദുരാത്മാവ് നിന്നെ വിട്ടുപോകും. അസൂയുണ്ടോ അതുമായി ബന്ധപ്പെട്ട വചനം നീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ, അവിടെ അത് വിട്ടുപോകുന്നത് കാണാം. ഇന്ന് ഓരോ വ്യക്തികളും ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. ബുദ്ധിയില്ലാത്തവർ പോലും ഇന്ന് വചനം കാണാതെ പിടിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ബുദ്ധിയെ പോലും പ്രകാശിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നുണ്ട്, എന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, അതിനോട് തീവ്ര അഭിനിവേശം കാണിക്കുക, നിനക്ക് ജ്ഞാനം ലഭിക്കും. ഈ വചനം പറഞ്ഞു നോക്കി, പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും, അവിടെ ബുദ്ധി തെളിയുന്ന കാണാൻ സാധിക്കും. കാരണം ഈ വചനം ഔഷധ. ആ കുഞ്ഞിന് ഈ വചനം പറയുമ്പോൾ ഔഷധ. കാരണം ഇത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ദൈവം സംസാരിച്ചിട്ടുള്ള. മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതം ഒന്ന് നോക്കി, അവിടെയും നമ്മൾ കാണുക ദൈവത്തിന്റെ വചനല്ലേ ആ മനുഷ്യനെ മാറ്റിമറിക്കുന്നേ. ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ദൈവത്തിന്റെ വചനല്ലേ മാറ്റിമറിക്കുന്നേ. ഇതിപ്പോ മദർ തെരേസ, ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞ് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു വചനം അവിടെ ജീവിതത്തെ മാറ്റിമറിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ വചനം ഒളിഞ്ഞിരിക്കുക. അത് തുറക്കപ്പെടണം. അത് തുറക്കപ്പെടാതെ നമ്മുടെ കുടുംബത്തിന് വിടുതലുണ്ടാവില്ല. ഇത് പല കുടുംബങ്ങളെയും പിശാച് ഭവനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം ബൈബിൾ അടച്ചു വെച്ചിരിക്കുക, ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ല. ബൈബിൾ അടഞ്ഞിരിക്കുന്ന കുടുംബങ്ങളുടെ അടിത്തറ ഇളകും എന്നുള്ളത്. ജപമാല ചൊല്ലാത്ത കുടുംബങ്ങളാണ് അവിടെ തിന്മയുടെ സ്വാധീനം വരെയും കടന്നു വരും. അടുത്ത കാലത്ത് പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ രാജ്ഞിയുടെ അന്ന് ഒരു ഭൂതോച്ചാടയിൽ ഇറ്റലിയിലെ ഭൂതോച്ചാടൻ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു വ്യക്തിയെ ബെൽസ്ബൂൾ എന്ന് പറയുന്ന ആ പിശാചാണ് വലയം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ആ സമയത്ത് ഈ പിശാചുമായിട്ട് സംസാരിച്ചു കഴിയപ്പോൾ ആ പിശാച് ഭൂതോച്ചാടനായ വ്യക്തിയോട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഏറ്റവും ഭയമുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നന്മ നിറഞ്ഞു പറയും ഈ പ്രാർത്ഥന ഞാൻ ആരെങ്കിലും ചെല്ലുമ്പോ എന്റെ തലയാണ് അത് വന്ന് അടിക്കുന്നത്, പിശാചിന്റെ മേൽ അടിക്കുന്നത്. അത്രയും ശക്തിയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് എന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ കയ്യിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ ജപമാലയുണ്ട്. ഈ ജപമാല നീ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലേക്ക് ഒരു പിശാചും കടന്നു വരില്ല. അതുപോലെ തന്നെ കുടുംബത്തിലെ ഭവനങ്ങളില് നമ്മുടെ ബൈബിൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കപ്പെടണം. കാരണം അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ദൈവം സംസാരിച്ചിട്ടുള്ളതാ. അത് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങളിൽ ബൈബിൾ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തുറക്കപ്പെടട്ടെ, വചനം വായിക്കുക. കുടുംബം ഏതെങ്കിലും രീതി അരിഷ്ടാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഒരു ജപമാല ചൊല്ലുന്നവർ 2-3 ജപമാല ചൊല്ലുന്ന നോക്കി ആ കുടുംബത്തിൽ വ്യത്യാസം കാണാൻ സാധിക്കും. നമുക്ക് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കുടുംബങ്ങളെയും അച്ഛൻ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന പരിശുദ്ധാത്മാവേ, 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 ആരാധന, ആരാധന, ആരാധന. യേശു നാമത്തിലെ ശക്തിയാൽ അവിടുന്ന് ആശീർവദിക്കുന്നു. യേശു വചനത്തിലെ ശക്തിയാൽ അവിടുന്ന് ആശീർവദിക്കുന്നു. പരിശുദ്ധാത്മാ ശക്തിയാൽ അവിടുന്ന് ആശീർവദിക്കുന്നു. ഹല മല ഹല മല ഹല 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 ഹല. യേശു നാമത്തിലെ ശക്തിയാൽ, യേശു വചനത്തിലെ ശക്തിയാൽ, ഉദാസന ശക്തിയാൽ, പരിശുദ്ധാത്മാവ് ശക്തിയാൽ ഈ കുടുംബത്തെ അവിടെ ആശീർവദിക്കുന്നു. ഓരോ കുടുംബത്തിലെയും മുറികളെ നീ വിശുദ്ധീകരിക്കണമേ.
തിന്മയുടെ ശക്തികൾ യേശു നാമത്തിലെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. അന്ധകാര ശക്തികൾ പൈശാചിയുടെ കുടുംബങ്ങളിൽ നീങ്ങിപ്പോകട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ സന്ദേശമുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. കർത്താവിന്റെ സന്ദേശമുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ജോഷുവായുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. ജോഷുവായുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവ് സന്ദേശം തരുന്നുണ്ട് ഈ സമയം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്. ജോഷുവായുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം നിങ്ങൾ എടുത്ത് വായിച്ചോളൂ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.